ഞാൻ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന എൻ്റെ ഒരു ആത്മ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ പേര് മുരുകേശൻ എന്നാണ്. അദ്ദേഹം തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തും. അതിനുശേഷം ഇപ്പോൾ ഈ രാജ്യത്തെ ഒട്ടുമുക്കാലും ആളുകൾ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുന്ന ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ സംഭവിച്ച 2 കത്തോലിക്ക സന്യാസിനികളെ ഉൾക്കൊള്ളുന്ന സംഭവം, അത് നമ്മെ വിളിച്ചറിയിക്കുന്നത് എന്താണ് എന്ന് വസ്തുതാപരമായി സത്യത്തെ മാത്രം കേന്ദ്രീകരിച്ച് മുഖപക്ഷമില്ലാതെ ഒരു ചെറിയ ചർച്ച, ഹൃദയം പകരുന്ന ആ ഒരു വിധത്തിൽ മാത്രം നിർവഹിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പങ്കെടുക്കുവാനായി ഉദാര മനസ്സ് കാണിച്ച ശ്രീ മുരുകേശനോടുള്ള എൻ്റെ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഹ്രസ്വമായി ഒന്ന് പരിചയപ്പെടുത്തിയാൽ സന്തോഷമായി. ഞാൻ കേന്ദ്ര സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ വയസ്സ് എനിക്ക് 75 ആവുന്നു. ഞാൻ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിന്ന് കൂടാതെ സംഘടനാ പ്രവർത്തനത്തിലുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആളാണ്. അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടും സർവീസുമായിട്ട് ബന്ധപ്പെട്ടും ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും പോകാനും മിക്കവാറും എല്ലാ ഭാഷയിലും ഇന്ത്യയിൽപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലെ ആൾക്കാരോട് ഇടപെടാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ വിശ്രമ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വട്ടിയൂർക്കാവിൽ. ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ആയിട്ടാണ് ഞാൻ ഫാദറിൻ്റെ ടെമ്പിൾ ഓഫ് തോട്ട്സിൻ്റെ വീഡിയോ കാണാൻ ഇടവരികയും ഒരു വീഡിയോ കണ്ട് വേറൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പം അതിൽ സാധാരണ പരമ്പരാഗത ശൈലിയിലുള്ള ചില ആഹ്വാനങ്ങളും ദൈവിക പരികൽപ്പനകൾ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്രൈസ്തവ ദർശനങ്ങളെ വളരെ വളരെ ആഴത്തിൽ, അത് മാനവ സ്നേഹത്തിൻ്റെ, അതൊരു സാർവലൗകികമായ മാനവ സ്നേഹത്തിൻ്റെ മാനത്തിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്നതായിട്ടുള്ള തോന്നിയതിനാൽ ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ശ്രദ്ധിക്കുകയും ഇപ്പോൾ ഞാൻ മിക്കവാറും അതൊരു എൻ്റെ ദൈനംദിന ഭാഗം എന്ന നിലയ്ക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എത്ര വീഡിയോ ഉണ്ടെന്ന് നോക്കുകയും പരമാവധി ആകാവുന്നിടത്തോളം അത് കാണുകയും അതിനെക്കുറിച്ച് ചില കുറിപ്പുകളൊക്കെ എഴുതി ഞാൻ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സിനെ ഇടാറുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇനിയും ഫാദർ താങ്ക് യു, വളരെ നന്ദി. എനിക്ക് മുരുകേശനോട് വലിയ താല്പര്യം തോന്നാൻ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അദ്ദേഹം വളരെ വിശാലമായി വായിച്ചിട്ടുള്ള, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കൂടെയുമാണ്. നാമധേയമായ ഒരു ക്രിസ്ത്യാനി അല്ല എങ്കിലും പല ക്രിസ്ത്യാനികളും നാളിതുവരെ കൈവരിക്കുവാൻ കൂട്ടാക്കാത്ത ഒരു നേട്ടം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അദ്ദേഹം വേദപുസ്തകം, പഴയ നിയമവും പുതിയ നിയമവും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചിട്ടുണ്ട്. ഹിന്ദു സ്ക്രിപ്ചറും അദ്ദേഹത്തിന് വശമാണ്. അതിലും ഉപരിയായി ലോകോത്തര ചിന്തകൾ ഏറ്റവും താല്പര്യത്തോടെ ഉൾക്കൊള്ളുന്ന ആദരണീയമായ ഒരു സ്വഭാവം കൂടെ, അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദുസ്വഭാവം കൂടെ അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കും. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. വളരെ ദൗർഭാഗ്യകരമാണ് 2 കന്യാസ്ത്രീകൾ ഇപ്രകാരം ആൾക്കൂട്ടത്തിൻ്റെ അക്രമത്തിന് ഇരയായിത്തീരുന്നു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. കാരണം ഇതാദ്യമായി സംഭവിക്കുന്നതല്ലല്ലോ. എത്രയോ നാളുകളായി ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ അതിൽ കൂടെ നാം എന്താണ് തിരിച്ചറിയേണ്ടത്? എന്ത് സംഭവിച്ചാലും അതിൽ നാം തിരിച്ചറിയേണ്ട ചില സത്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന ഒരു ധാരണയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു സംഭവത്തെ പരിഗണിക്കുമ്പോൾ
അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അതിന് അപ്പുറത്തേക്ക് ഒന്ന് കണ്ണയച്ചിട്ട് അത് നമ്മെ വിളിച്ചറിയിക്കുവാനായി ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതുകൂടെ കാതോർക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്പം സമയം നീക്കി വെക്കുന്നതും അത് സംബന്ധമായ ചിന്തകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നതും അഭിലഷണീയമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ശ്രീ മുരുകേഷിന് പരിചയമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള താങ്കളുടെ പ്രാഥമികമായ പ്രതികരണം എന്താണ്? ഛത്തീസ്ഗഡിൽ ഇപ്പോൾ 2 കന്യാസ്ത്രീകൾക്ക് ഉണ്ടായ അനുഭവം അതൊരു ആകസ്മികമായ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ നാളുകളായി ഇന്ത്യയിൽ ചാരം മൂടിക്കിടന്ന ഒരു ചിന്താഗതി വെച്ചാൽ വളരെ മതമൗലികതാവാദം രാഷ്ട്രീയത്തിൽ ഭരണത്തിൽ തലപൊക്കി മറ്റ് ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ചില ഇസ്ലാമിക രാജ്യങ്ങളിലും അതുപോലുള്ള ചില രാജ്യങ്ങളിലും നടക്കുന്ന മൗലികതയുടെ ഭരണവും അതും മതപണ്ഡിതന്മാർ അല്ല മത സ്ഥാപനങ്ങൾ, മറ്റ് ജനകീയ ഭരണ പൊളിറ്റിക്കൽ അതും അങ്ങനെയുള്ള ഇതിന് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലും ഒരു മതനിരപേക്ഷ രാജ്യം, ജനാധിപത്യ സംസ്കാരമുള്ളെന്ന ഭരണഘടനാപരമായിട്ട് മതനിരപേക്ഷതയും സെക്യുലറിസവും പിന്നെ ഡെമോക്രസിയും അടിസ്ഥാനപരമായിട്ട് നിലനിന്നു പോരുന്ന ഈ രാജ്യത്തിലും അതേ രീതിയിൽ ഭൂരിപക്ഷ വർഗീയത അല്ലെങ്കിൽ മത സ്വാധീനത്തിലുള്ള ഒരു ഗവൺമെൻറ് വരുന്നത് നമ്മളുടെ അവകാശമാണ്, അത് വേണം എന്നുള്ള താല്പര്യമുള്ള ഒരു ചിന്താഗതിക്ക് അനുരൂപമായി ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നതിൻ്റെ ഒരു അനുരണനം ആണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇത് കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ സിസ്റ്റർമാർക്ക് അവിടെ സംഭവിച്ച ആ അനുഭവത്തിന് വളരെ അതിദാരുണമായ സംഭവമാണ്. കാരണം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന കന്യാസ്ത്രീയമ്മ അവിടെ അവർ ബന്ധപ്പെട്ട് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവഗണിക്കപ്പെട്ട നിന്ദ്യമായ രീതിയിൽ അവജ്ഞയോടെ അവഗണിക്കപ്പെട്ട സമൂഹത്തിലെ അവരിൽപ്പെട്ട കുറേ പേര് സാധാരണ ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് നയിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ വലിയ പാപകർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കുഷ്ഠരോഗികളെ ഇവർ ചെയ്തപ്പോൾ എൻ്റെ ഓർമ്മ വരുന്നത് മദർ തെരേസ എനിക്ക് ഓർമ്മ വന്നു പെട്ടെന്ന്. അതെ, കാരണം കൊൽക്കത്തയിലെ തെരുവുകളിൽ ഈ ആരാലും അംഗീകരിക്കാതെ വളരെ മൃഗീയമായ അല്ലെങ്കിൽ അങ്ങേയറ്റം ദയനീയമായ സാഹചര്യങ്ങളിൽ തെരുവോരങ്ങളിൽ കിടന്നിരുന്ന കുഷ്ഠരോഗി ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടിട്ട് അവരുടെ അനുകമ്പ തോന്നി. ദൈവികമായ ആത്മീയവും ദൈവികമായ പരികൽപ്പന ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആവണം അത് ചെയ്യുന്നത്. അതാണ് ക്രൈസ്തവ ദർശനത്തിൻ്റെ അന്തസത്ത എന്ന് ഉൾക്കൊണ്ട് തന്നെ ആകണം മദർ തെരേസയും വന്നത്. അതിനപ്പുറം ഒരു സാർവലൗകികമായ മാനവ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവർ കൊൽക്കത്തയിലെ തെരുവുകളിൽ ഇങ്ങനെ അലഞ്ഞു നടന്ന് അറിയാവുന്നത് പോലെ മദർ തെരേസയുടെ സേവനത്തെ പറ്റിയും വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അവര് പാവപ്പെട്ടവരെ, അശനരായ ആളുകളെ, മരണത്തിന്റെ വക്കിലായിരിക്കുന്ന ആളുകളെ ഇപ്രകാരം പരിരക്ഷിക്കുന്നത്, സേവനം ചെയ്യുന്നത്, സ്നേഹിക്കുന്നത് മതപരിവർത്തനം നടത്താനാണെന്ന ഒരു വലിയ ആരോപണമുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വിഷയം മദർ തെരേസയുമായി വളരെ സ്പെസിഫിക് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ അവരോട് ചോദിച്ചു. ഞാൻ ഒരു 45 മിനിറ്റ് ദീർഘമുള്ള ഒരു സംഭാഷണം ഞാൻ മദർ ഹൗസിൽ പോയി അവരെ കണ്ട് എൻ്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ അനുഭവങ്ങളൊന്നാണ്. ഞാൻ പ്രത്യേകമായിട്ട് മദർ തെരേസയോട് ചോദിച്ചു, ഏതെങ്കിലും വിധത്തിൽ ഈ ഒരു ദൗത്യത്തിൽ കൂടെ ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന വ്യക്തികളെ മതപരിവർത്തനം കൺവേർട്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അവർ സത്യസന്ധമായി എന്നോട് പറഞ്ഞു, അതൊരു ലക്ഷ്യമേ അല്ല എന്ന് മാത്രവുമല്ല എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ അപ്പുറത്ത് ഒരു വ്യക്തി നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നു. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ഒരു ചെറുകിട വ്യവസായിയായി, ഹിന്ദുവാണ്, മാർവാടിയാണ്, രാജസ്ഥാനിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഉള്ളതെല്ലാം വിറ്റ് എൻ്റെ കൂടെ സേവനം അനുഷ്ഠിക്കുകയാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവരുടെ മതമാണ് ഫോളോ ചെയ്യുന്നത്. ഹീസ് എ പ്രാക്ടീസിങ് ഹിന്ദു. ആരെയും മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നില്ല. ഇനി വേറൊരു ഓർമ്മ കൂടെ പറയാം. 1999 ഗ്രഹാം സ്റ്റെയിൻസിനെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും കരിച്ചു കൊന്ന സംഭവം ഞാൻ അവിടെ മനോഹർപൂർ സന്ദർശിക്കാൻ പോയി. ഡൽഹിയിൽ നിന്ന് സ്വാമി അഗ്നിവേഷും ഞാനും കൂടെ ഒരു 53 മത നേതാക്കന്മാരെയും കൂടെ സംഘടിപ്പിച്ച് ഞങ്ങൾ മൾട്ടി റിലീജിയസ് പിൽഗ്രിമേജ് ടു മനോഹർപൂർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ പോയി. ഞങ്ങൾ ആദ്യം വിസിറ്റ് ചെയ്തത് ബാലസോറിൽ ഗ്രഹാം സ്റ്റെയിൻസ് നടത്തിക്കൊണ്ടിരുന്ന ലെപ്രസേറിയമാണ്. അപ്പൊ അവിടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയുണ്ട്, മകളുമുണ്ട്. അപ്പോ ഞാൻ അവരോട് ചോദിച്ചു, കാരണം ഇങ്ങനൊരു ആരോപണം അവരെ പറ്റി ഉണ്ടല്ലോ. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇവിടെ 86 കുഷ്ഠരോഗികൾ താമസിക്കും. നിങ്ങൾക്ക് അവരെ പോയി കണ്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. സ്വാമി അഗ്നിവേശും ഞാനും കൂടെ ഈ 86 പേരെയും കണ്ടു. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരെയെങ്കിലും മതപരിവർത്തനം നടത്തുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? അവരെല്ലാവരും ഞങ്ങളോട് പറഞ്ഞു, നോക്കൂ, ഞങ്ങളുടെ മുറികളിൽ ഞങ്ങൾക്ക് ആരാധിക്കാൻ ബിംബങ്ങളുണ്ട്, ഐഡൽസ് ഉണ്ട്. ഞങ്ങളുടെ ആരാധനയാണ് നടത്തുന്നത്. ഒരു വ്യക്തി പോലും. അപ്പൊ ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ എപ്പോഴും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനുള്ളത്, ഇപ്പോൾ മനോഹർപൂർ എന്ന് പറയുന്ന സ്ഥലം, അത് 14 ഗ്രാമങ്ങളുടെ ഒരു സമാഹാരമാണ്. കാരണം അന്ന് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ 15,000-ഓളം ആളുകൾ അവിടെ വസിക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലിനിക്കില്ല. അവിടെ ആളുകളുടെ സൗകര്യത്തിന് യാതൊരു പ്രാധാന്യം കൽപ്പിക്കുന്ന ക്രമീകരണങ്ങളുമല്ല. ഈ 14 ഗ്രാമങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സ്കൂളുണ്ട്, 5 ക്ലാസ് വരെയുള്ള, 5th സ്റ്റാൻഡേർഡ് വരെ. അവിടെ ഒരു ക്ലാസ്സും നടന്നിട്ടില്ല. 4 ടീച്ചേഴ്സ് ഉണ്ട്. അവർ മാസ ശമ്പളം വാങ്ങിക്കുമെന്നല്ല, അതാരെയും പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മനുഷ്യൻ വർഷത്തിൽ 2 തവണ പോയി അദ്ദേഹം കളക്ട് ചെയ്യുന്ന മരുന്നുകൾ അത് ആളുകളുടെ സൗകര്യത്തിന് കൊടുക്കും. അദ്ദേഹം സന്താളി പഠിച്ചിട്ട് അതിൽ പാട്ടെഴുതി ട്യൂൺ ചെയ്ത് അവരെ പാട്ട് പാടാൻ പഠിപ്പിക്കും. ഇതാണ് അദ്ദേഹം ചെയ്ത കാര്യം. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത്, ഞങ്ങളുടെ അപ്പം മരിച്ചു എന്നവർ, അവരെ ബാപ്പ് മറുകയെന്നവർ ഒഡീഷ കരയാണ്. അപ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയെങ്കിലും കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതാണ് എനിക്ക് സത്യം. ഓട്ടെ, എനിക്ക് തോന്നുന്നത് ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മതപരമായ പ്രശ്നം ഇവിടെ ഉണ്ട്. അത് ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ എപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്, കാണുന്നത്, മനസ്സിലാക്കുന്നത് എന്നതിനെ പറ്റി അല്പം പരിഗണിക്കേണ്ട കടമയുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മതങ്ങൾ തമ്മിൽ ഒരു മത്സരമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിന്റെ ദൈവമാണോ വലുത്, എൻ്റെ ദൈവമാണോ വലുത്? അപ്പം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകൾ വിട്ടുപോകുമ്പോൾ അത് എൻ്റെ മതത്തിൽ നിന്ന് ഒരാൾ മറ്റൊരു മതത്തിൽ പോയാൽ അത് എൻ്റെ ദൈവത്തെ കൊച്ചാക്കുന്ന പരിപാടിയാണ്. ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ദൈവങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഇതിനൊരു പങ്കുണ്ട്. ഈ ദൈവം തമ്മിലുള്ള മത്സരം തന്നെ മനുഷ്യനുണ്ടാക്കിയതാണ്. അതുപോലെ സാങ്കല്പികമാണ്, അർത്ഥശൂന്യമാണ്, ദൈവങ്ങളെ അപമാനിക്കുന്ന പരിപാടിയാണ്. എന്നാലും മനുഷ്യർക്ക് ഇതിനപ്പുറം ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പോ മതപരിവർത്തനം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ കുറച്ചുകൂടെ തുറന്ന മനസ്സോടെ വസ്തുതാപരമായി മറ്റുള്ളവരോടുള്ള സെൻസിറ്റിവിറ്റി കൂടെ പരിഗണിച്ച് ക്രിസ്തീയ സമൂഹം ഒന്ന് എക്സാമിൻ ചെയ്യേണ്ട ആവശ്യമില്ലയോ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നു. താങ്കൾ എന്ത് പറയും?
വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് ഫാദർ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇച്ചിരൂടെ ഉറച്ചു പറയാം. അപ്പോൾ മതങ്ങൾ മനുഷ്യന് വേണ്ടിയാണോ, മനുഷ്യൻ മതങ്ങൾക്ക് വേണ്ടിയാണോ എന്നുള്ളതാണ്. മതങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ മനുഷ്യൻ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ക്രമീകരിക്കുന്നതിന് വേണ്ടിയോ സൃഷ്ടിച്ച ഒരു സംവിധാനമാണ്. വന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ദുസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യർ മതങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വെറും ചരക്കുകളാണ് എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു സമീപനം വരുന്നു. അതൊരു ദുസ്ഥിതിയാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ പരമ്പരാഗത ശൈലിയിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ നടന്നു പോകണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ എല്ലാ രാജ്യങ്ങളിലും എപ്പോഴും അധികാര സ്ഥാനങ്ങളിൽ ഇപ്പോഴും. പക്ഷെ അതിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ, അങ്ങനെ മാറ്റമില്ലാതെ ഇത് തുടർന്നുകൊണ്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിന്റെ ഗുണഭോക്താക്കൾ മാത്രമാണ്. കാരണം ഈ നിലനിൽക്കുന്ന സംവിധാനങ്ങൾ കൊണ്ട് ദുരിതം മാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള, പീഡനങ്ങൾ മാത്രം അനുഭവിക്കുന്നവർക്ക് ഇത് മാറണമെന്നാണ് ആഗ്രഹം. അതേസമയത്ത് എക്കാലവും മാറിയും മറിഞ്ഞും മാറി വരുന്ന രാജാവ് വന്നാൽ രാജാവിന്റെ കൂടെ, ബ്രിട്ടീഷുകാർ വന്നാൽ ബ്രിട്ടീഷുകാരുടെ കൂടെ, പിന്നെ ഇസ്ലാമിക ഭരണം വന്നാൽ അവരുടെ കൂടെ, എപ്പോഴും ഭരണപരമായ ഇതിൽ കൂടെ ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് തങ്ങൾക്ക് കിട്ടിക്കൊണ്ട് ഇത് അനുഭവിക്കുന്ന ബെനിഫിറ്റുകൾ തുടർന്നു പോകണം എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും മതപരമായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ ഇളക്കി വിടുന്നത്. അത്തരം ആളുകളെ അതെ, അതൊരു വരേണ്യവർഗമാണ്. അങ്ങനെയുള്ള ആ വരേണ്യവർഗത്തിന്റെ കൽപ്പനകൾക്കും സങ്കല്പങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് ക്രിസ്തുദേവൻ പ്രവർത്തിച്ചത്. കാരണം ക്രിസ്തുദേവൻ അവിടെ ജെറുസലേമില് അന്ന് കോളനി വാഴ്ച നടത്തിയ റോമാക്കാര്, പിലാത്തോസാണ് അവിടുത്തെ ഗവർണർ. പിലാത്ത് ജൂത പുരോഹിതന്മാർ, അവര് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാൻ വന്നപ്പോൾ ഇന്ത്യയിലെ ബ്രാഹ്മണ സമൂഹം എങ്ങനെയായിരുന്നു അതിന്റെ സ്ഥാനമാണ് അവർക്കുള്ളത്, പൗരോഹിത്യം. അപ്പം പക്ഷേ വന്ന് ആ പൗരോഹിത്യത്തിന് ജെറുസലേമിൽ കോളനി ഭരണം നടത്തുന്ന റോമാക്കാരോട് ഒരു ശത്രുതയില്ലായിരുന്നു. കാരണം അവർക്ക് കപ്പ കൊടുത്താൽ മാത്രം മതി. ആ കപ്പ സാധാരണ ജനങ്ങളിൽ നിന്ന് അവർ പിരിച്ചെടുക്കുന്നത്. പക്ഷേ അങ്ങനെ പിരിച്ചെടുക്കുന്നതിന്റെ മേജർ ഭാഗവും തങ്ങൾക്ക് ക്രയവിക്രയം ചെയ്യാനും ആസ്വദിക്കാനോ അനുഭവിക്കാനോ അവസരം തരണം. അതിന് റോമാക്കാര് സഹായിക്കണം. ഇത്രയേ ഉള്ളൂ. റോമാക്കാരെ സംബന്ധിച്ച് അവർക്ക് കപ്പ കിട്ടിയാൽ മതി, അല്ലാതെ ജെറുസലേം നന്നാക്കാൻ വേണ്ടിയല്ല അവർ ജെറുസലേം കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലെ അതിനെതിരെ അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ദരിദ്രരെയും പീഡിതരെയും സംഘടിപ്പിച്ച ഏറ്റവും ലളിതമായിട്ടുള്ളത് ലളിതമായ വസ്ത്രധാരണം നോക്കിയാൽ മതിയല്ലോ, ക്രിസ്തുവിന്റെ വസ്ത്രം നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ ധരിച്ചിരുന്നത് എന്താണ്? അങ്ങനെ വെറും അത്യാവശ്യത്തിന് തണുപ്പിനുള്ള കീറിപ്പറഞ്ഞ വസ്ത്രമാണ്. അങ്ങനെ ആളുകൾ അത് തന്നെയല്ല അദ്ദേഹത്തെ പ്രവർത്തനങ്ങളിൽ 30 എടുത്തു പോയിട്ട് ആണ് അവര് അങ്ങനെ സമൂഹത്തിൽ ഏറ്റവും താഴെ കിടന്ന ആൾക്കാരുടെ അടുത്ത് പോയി അവരെ സംഘടിപ്പിച്ച് അവരെ ചൂഷണം ചെയ്യുന്ന മതപൗരത്തിനെതിരെയാണ് അങ്ങനെ നടത്തിയത്. അതിന്റെ ദുഷ്ഫലമല്ലേ അതുകൊണ്ടല്ലേ അദ്ദേഹം ഒരുപക്ഷെ വന്ന് അവിടെ മാത്രമല്ല ഈ ഇന്ത്യയിലും ലോകത്തെവിടെയുമുള്ള ഇന്ത്യയിൽ ഞാൻ അനുഭവസ്ഥനാണ്. കാരണം ഈ വലിയ ആരാധനാലയങ്ങളിൽ ചുറ്റിപ്പറ്റി ഭക്തിയുടെ ഒരു ലെവലേഷൻ പോലും അവരുടെ മനസ്സിലില്ല. അത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ജെറുസലേം കച്ചവട സ്ഥാപനമാക്കുകയും ചുങ്കക്കാരുടെയും പലിശക്കാരുടെയും കേന്ദ്രമാക്കി മാറ്റിയതിന് അമർഷം കൊണ്ടിട്ടല്ലേ യേശുദേവൻ അവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയതും അതിന്റെ ഒരു ശിക്ഷയല്ലേ യേശുദേവനെ അവർ കുറിച്ചിലേറ്റിയത്. ഈ മതപരിവർത്തനം എന്നുള്ളത് സംഘപരിവാറിന്റെ കാഴ്ചപ്പാടിൽ കൂടെ നോക്കുമ്പോൾ അവരെങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത് എന്ന് അല്പം ഒന്ന് വിശദീകരിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ചിന്തിക്കാൻ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ മതപരിവർത്തനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംഘപരിവാർ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഇന്ത്യൻ ജനങ്ങളിലെ 82% ഇപ്പോഴും ഹിന്ദു സമൂഹമാണ്. എത്രയോ വർഷങ്ങളായി ഇവിടെ
മുഗളന്മാർ ഭരിച്ചു, അതിനു മുമ്പ് സുൽത്താനേറ്റ് ഉണ്ടായിരുന്നു മുസ്ലിംസ്, പിന്നെ ബ്രിട്ടീഷുകാർ വന്നു. ഇത്രയൊക്കെ ഭരിച്ച് ദീർഘകാലം ഭരിച്ചിട്ടും നൂറ്റാണ്ടുകൾ ഭരിച്ചിട്ട് പോലും ഇന്ത്യയിലെ ഇന്നത്തെ ജനസാമൂഹ്യത്തിന്റെ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കൾ ആ ഒരു വിഭാഗത്തിൽ വരിക. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഹിന്ദുക്കൾ മാത്രമല്ല, അവരല്ലാത്ത തന്നെ വ്യത്യസ്തങ്ങളുണ്ട്. അപ്പോ 2% അല്ലെങ്കിൽ അതുപോലെ വരുന്ന ആൾക്കാർ പ്രവർത്തിച്ച് ഇന്ത്യയുടെ സാമൂഹ്യ സ്ഥിതി അങ്ങ് അട്ടിമറിക്കുമെന്നുള്ള സങ്കല്പമൊന്നും അല്ല അതിനകത്തുള്ളത്. അതല്ല ഇപ്പൊ നടക്കുന്ന അതൊന്നുമല്ല. തങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ള റോ മെറ്റീരിയൽസ് ആണ് ഇപ്പോഴും ഈ ദളിത് വിഭാഗങ്ങളും ഇവിടുത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട് പണ്ട് തൊട്ടേ കിടന്ന ആ ഭാവങ്ങള്. അവരെ അതിൽ നിന്ന് മോചിപ്പിച്ചെടുത്താൽ തങ്ങൾക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ ആളുകൾ ഇല്ലാതാവുന്ന പേടിയാണ്. അവരെ വിദ്യാഭ്യാസം കൊടുക്കുക, അവര് സ്വയം പര്യാപ്തരായി മാറുക എന്ന് പറഞ്ഞാൽ അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് അവരെ ചൂഷണം ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ടല്ലേ? അത് 100% ശരിയാണ്. ഞാൻ ഈ വിഷയം പല സ്ഥലങ്ങളിൽ പോയി വ്യക്തിപരമായി അന്വേഷിച്ചറിയുകയും BJPയിൽ തന്നെയുള്ള തലയെടുപ്പുള്ള നേതാക്കന്മാരിൽ ചിലരുമായി സംസാരിക്കുകയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നാഷണൽ പ്രസിഡന്റ് ആയിരുന്ന വിഷ്ണു ഹരിദാൽമിയുമായി ഇത് വളരെ സുദീർഘമായി ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ സമൂഹം, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒരു പ്രശ്നമേ അല്ല. കാരണം വളരെ തുച്ഛമായ ഒരു കൂട്ടമാണിത്. രണ്ടാമത്, വലിയ രാഷ്ട്രീയമായ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കൂട്ടമാണ്. മൂന്നാമത്, ഇവർ ഭാരതത്തിൽ ചിതറിക്കിടക്കുന്നു. കേരളം വിട്ടുകഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്ത് നമുക്ക് വിരലിൽ എണ്ണാനുള്ള ആളുകളെ അവിടെ എവിടെയൊക്കെ ഉള്ളൂ. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 1% ആണ്. ഹോൾ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 1% ആണ്. അവിടെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള 1-2 സംസ്ഥാനമുണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ലെന്ന്. അപ്പൊ അങ്ങനെ രാഷ്ട്രീയമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റേതെങ്കിലും വിധത്തിലോ ഹിന്ദു മതത്തിന് ഒരു തലവനെ ഉണ്ടാക്കാനുള്ള സാധ്യത ക്രിസ്തീയ സമൂഹത്തിനില്ല എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതേസമയം തന്നെ ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഷണറിമാരെ സാധാരണ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ പോയി അവരുടെ ദുരിത നിവാരണ ലക്ഷ്യമായി സേവനം ചെയ്യുന്ന, നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ആളുകളെ ഭയപ്പെടാനുള്ളൊരു കാരണമുണ്ട്. അത് മുരുകേശൻ പറഞ്ഞത് തന്നെയാണ്. കാരണം അവരെ വിലയേറിയ മനുഷ്യരായി കാണുന്നു എന്നതാണ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ആധികാരിക സ്വഭാവം. ആ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അടിച്ചമർത്തപ്പെട്ടൊരു ജനം അതിലേക്ക് ആകർഷിക്കപ്പെടും. പക്ഷെ ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ മറച്ചു വെക്കുന്നത് ശരിയല്ല. അതായത് കഴിഞ്ഞ എത്രയോ ദശകങ്ങളായിട്ട് കേരളത്തിൽ പ്രത്യേകിച്ചും ഭാരതത്തിൽ പൊതുവെയും ക്രിസ്തീയ മത നേതാക്കന്മാർ, ബിഷപ്പന്മാർ, മെത്രാന്മാർ അവരുടേതായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കും. കോൺഗ്രസ് പാർട്ടി ഈ രാജ്യത്തെ ഭരിച്ചപ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്തു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സുകാരുടെ ഒരു കമ്മിറ്റഡ് വോട്ട് ബാങ്ക് ആണ് എന്ന ഒരു ധാരണ ഈ രാജ്യത്ത് മുഴുവനും പടർന്നിട്ടുണ്ട്. ഇപ്പോൾ മാറ്റം വരുന്നുണ്ട് എങ്കിലും സംഘപരിവാറിൻ്റെയും പ്രത്യേകിച്ച് ബജരംഗ് ദൾ, വിശ്വ പരിഷത്ത് ഇത്യാദി സംഘടനകളുടെയും കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എപ്പോഴും അവർക്കെതിരാണ്, രാഷ്ട്രീയമായ BJPക്ക് എതിരാണ്. അതുകൊണ്ട് ആരെങ്കിലും ഹിന്ദുമതത്തെ ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായാൽ അവരുടെ വോട്ട് കുറഞ്ഞു പോയി, ഞങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു എന്ന് അവർക്ക് തോന്നുന്നതിൽ ന്യായമുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഒരു എന്താ പറയുക ചിന്താരീതി അല്ലെങ്കിൽ പ്രതീതി സൃഷ്ടിച്ചു വെച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ക്രിസ്തീയ മത നേതാക്കന്മാർ നടത്തിയ രാഷ്ട്രീയമായ ഒളിച്ചുകളികളാണ്. അത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതും കൺവേർഷനും കൂടെ ചേരുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പാവപ്പെട്ട കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, അതിൽ നാം ദുഃഖിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പക്ഷത്ത് നിന്ന്, ക്രിസ്ത്യാനികളുടെ പക്ഷത്ത് നിന്ന് അനാശാസ്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
തെറ്റിദ്ധാരണകൾ പരത്തുന്ന വിധത്തിൽ ചില നീക്കങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പ്രത്യേകിച്ച് ഭാരതത്തിലെ മതേതര ജനായത്ത രീതിക്ക് അല്ലെങ്കിൽ നീതി പുലർത്തത്തക്ക വിധത്തിൽ ഭാരത ഭരണഘടനയുടെ ആത്മാവിനെ ബഹുമാനിക്കത്തക്ക വിധത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ നിലപാട്, പുതിയ സമീപനം ആർജിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ ഇത് സംബന്ധമാണ് പ്രധാനപ്പെട്ട ചിന്ത. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫാദർ സൂചിപ്പിച്ച വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ എടുത്തു കഴിഞ്ഞാൽ ഗോവയോ കേരളവും ഒരു എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു കൃത്യ ജനസംഖ്യയുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഇത് രണ്ടുമാണ്. അപ്പോൾ കേരളത്തിലാണ് ഞാൻ ജീവിച്ചത്. ഞാൻ മധ്യ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്. എൻ്റെ ചുറ്റുവട്ടങ്ങളിലെ ഹിന്ദു സമൂഹത്തിനോടൊപ്പം തന്നെ അതിനടുത്ത് വരുന്ന ആണ് ക്രിസ്തീയ സമൂഹം. പക്ഷേ ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, കേരളത്തിലെ സമൂഹത്തിലെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ആ ഗ്രാമത്തിലെ മതപരമായോ ജാതിപരമായോ ഉള്ള വിവേചന ചിന്തകളിൽ സാമൂഹ്യ ജീവിതത്തിലൊന്നും കാര്യമായിട്ടില്ലായിരുന്നു. ഓഫ് കോഴ്സ് അവർ വിവാഹ ജീവിതത്തിലോ അല്ല മറ്റു പല കാര്യങ്ങളോ ആരാധനാ സമ്പ്രദായങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കാം. എങ്കിലും ഒരു നാട്ടിലുണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവർ ഇത്തരം വിഭാഗീയത അവരുടെ ചിന്തയിൽ വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ അത് പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ള എനിക്കൊരു പരാതി പോലെ പറയാനുള്ള ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോ ദുർഗിലെ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ ഈ കന്യാസ്ത്രീകൾക്കെതിരായി നടന്ന ഈ അതിക്രമത്തിനെതിരെ കേരളത്തിലെ ക്രിസ്തീയ മതമേലധ്യക്ഷന്മാർ തെരുവിൽ കൂടെ ജാഥ നടത്തിക്കൊണ്ട് പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ അവരോട് മാനസികമായിട്ട് നമുക്ക് ആ സംഭവത്തിനെ അങ്ങേയറ്റം നമ്മൾ അപലപിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ആ പ്രവർത്തനം കാണുമ്പോൾ സാധാരണ ക്രൈസ്തവരല്ലാത്ത ഒരു ജനവിഭാഗത്തിന് ഇത്ര ഒരു ഹീനമായ ക്രിയ അല്ലെ വളരെ മോശമായ ഒരു കാര്യം അവരോട് ചെയ്തതിലുണ്ടാകുന്ന പ്രതിഷേധം അവരുടെ മനസ്സിൽ ആളിക്കത്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ഈ നാട്ടിലെ മറ്റ് ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതിനോട് ഇടപെടുമ്പോൾ ക്രിസ്തീയ മതവിഭാഗങ്ങളിലെ പൗരോഹിത്യമോ അല്ലെ വിഭാഗങ്ങൾ ആ സമൂഹം മറ്റുള്ളവരുടെ ജീവിത പ്രശ്നങ്ങളുമായിട്ട് അവർ ഇടപെടുന്ന മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഒരുപക്ഷെ ഇപ്പൊ ഈ വന്നത് രണ്ട് കന്യാസ്ത്രീകളല്ലായിരുന്നു അവിടെ സംഭവിച്ചത്. രണ്ട് ഇസ്ലാമിക വിശ്വാസികളായ ആളുകളോ അല്ലെ മറ്റൊരു ഹൈന്ദവ ഇതിൽ തന്നെയുള്ള ഒരു വളരെ ദരിദ്രരായിട്ടുള്ളവരാണെങ്കിൽ അവർ ഈ പറഞ്ഞ ഒരുപക്ഷെ അവിടെ തന്നെയുള്ള ട്രൈബൽ വിഭാഗത്തിൽ വരുന്ന ഹൈന്ദവ വിശ്വാസമുള്ള രണ്ടു ഇവിടുത്തെ ഒരു ക്രിസ്തീയ പുരോഹിതനും അനങ്ങത്തിന് പ്രശ്നം വരുന്നില്ല, അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആൾക്കാർ ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ള നിലപാടെടുത്ത് ജനങ്ങളുടെ ഇടയ്ക്ക് വ്യാപകമായ ഒരു ധാരണ പലർത്തുമ്പോൾ വ്യാപകമായി നമ്മുടെ മറ്റ് ജനസമൂഹം ആൾക്കൂടിയ ജനസമൂഹത്തിൽ അവരുടെ പ്രശ്നങ്ങളോട് സിമ്പതി പ്രകടിപ്പിക്കാൻ അന്വേഷിച്ച് പരസ്യമായിട്ടെങ്കിലും അതിനോട് സിമ്പതി പിടിക്കാൻ ചിലപ്പോൾ അവർ മടിച്ചെന്ന് വരാം. അതായത് മുരുകേശൻ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. പൊതുവായ ധാരണയിൽ കേരളത്തിലെ ജനം ഇപ്പോൾ മനസ്സിലാക്കുന്ന വിധം വെച്ച് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ ചില എക്സെപ്ഷൻസ് മാറ്റി നിർത്തിയാൽ സ്വാർത്ഥമതികളാണ്. അവർ അവരുടെ കാര്യത്തിന് മാത്രമേ ഇറങ്ങിത്തിരിക്കാറുള്ളൂ. മറ്റുള്ളവരുടെ ആവശ്യങ്ങളോട് സഹകരിക്കുകയോ അവിടെ പരാധീനതയിൽ അവരോട് ചേർന്ന് നിൽക്കുകയോ അതിന് പരിഹാരം കണ്ടെത്തുന്ന വിധത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരു ചുമതല ബോധം കേരളത്തിലെ ക്രിസ്തീയ നേതൃത്വം പ്രത്യേകിച്ച് നാളിതുവരെയും കാട്ടിയിട്ടില്ല, ഇപ്പോഴും കാട്ടുന്നില്ല. അത് യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രവുമല്ല, ഇപ്പോൾ അത് കുറച്ചുകൂടെ അപകടത്തിലേക്ക് പോവുകയാണ്. അതായത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സംഘപരിവാറിനോടുള്ള അല്പം ഗോപ്യമായ ധാരണയിൽ കേരളത്തിൽ ഇസ്ലാമോഫോബിയ വളർത്താനുള്ള ശ്രമം ക്രിസ്തീയ നേതൃത്വത്തിൽ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ജോസഫ് കല്ലറിങ്ങാട്ട് ബിഷപ്പ് ലവ് ജിഹാദെന്നും നാർക്കോട്ടിക് ജിഹാദെന്നും ഒക്കെ എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ ആകമാനം താറടിക്കാനുള്ള ശ്രമം. അതിലേതെങ്കിലും വസ്തുതാപരമായ കാര്യമുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താൻ നാളിതുവരെ അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല.
ഒരു വിശ്വാസ സമൂഹത്തെ ആകമാനം സാമ്പത്തികമായി ബോയ്ക്കോട്ട് ചെയ്യാനുള്ള ആഹ്വാനം, ഇക്കണോമിക് ബോയ്ക്കോട്ട്. അപ്പൊ ഇങ്ങനെ മറ്റൊരു വിശ്വാസ സമൂഹത്തെ ടാർഗറ്റ് ചെയ്യാനായി ക്രിസ്തുവിൻ്റെ എല്ലാ ആദർശങ്ങളെയും 100% അപമാനിച്ചുകൊണ്ട്, പുച്ഛിച്ച് തള്ളിക്കൊണ്ട്, ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ ആദർശങ്ങളെ മേശയോടെ തള്ളി വർഗീയമായ വൈരാഗ്യം, അതിൻ്റെ വിഷം കേരളത്തിൽ പടർത്തുവാനായി വളരെ പ്രത്യക്ഷമായി ഇടപെടലുകൾ നടത്തിയ ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി. അത് ക്രിസ്ത്യ സമൂഹത്തിനെതിരെ മറ്റു സംസ്ഥാനങ്ങളുണ്ടാകുകയാണ്. ഇപ്പം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത്, അവരെ ടാർഗറ്റ് ചെയ്യുന്നത് നല്ലതാണെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തു മതത്തെ